ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തിരുവനന്തപുരത്ത് പട്ടത്തുള്ള സ്റ്റുഡിയോ ആണ്. അപ്പം മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡിയോയിൽ വന്നത് കേട്ടോ. അപ്പം ഈവനിങ് ആണ് നമ്മൾ തൃശ്ശൂർക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പോകുന്ന വഴി നമ്മൾ എളംകുളം അമ്പലത്തിൽ ഒന്ന് കയറിയിട്ടോ, ഭാഗ്യസുക്തത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് നമ്മൾ അവിടെ എത്തിയപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് ഈവനിങ് വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ടാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത്. അനന്തു അന്നത്തെ ദിവസം ജിംഖാന കാണാനായിട്ട് ലുലുവിൽ പോയിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ പോണ വഴി അവനെയും കൂടെ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കാർ എടുക്കാതെ ഇരുന്നിട്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ആക്സിലേറ്റർ ഒരു 16-ൽ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ റണ്ണിങ്ങിലാണ് കുറെ അങ്ങോട്ട് പോകുമ്പോഴാണ് ആക്സിലേറ്റർ കൂടുന്നുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ഡൗൺ ആവും, പിന്നെ അതങ്ങോട്ട് ഹൈ ആവും. അങ്ങനെ അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് കാറ് എറണാകുളത്ത് ഇട്ടിട്ട് അവരുടെ കാറിലാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ വീടെത്തി. അപ്പം നമ്മുടെ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്തിട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ കാറിലാണ് ഇവർ ഡ്രോപ്പ് ചെയ്തത്. രഞ്ജിത്തിന് ഒരു ഫിലിമിന്റെ ഷൂട്ട് അഴീക്കോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് രഞ്ജിത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് വേഗം പോയി കേട്ടോ. അപ്പം നൈറ്റാണ് അവർക്ക് ഷൂട്ടിങ്, 3 days ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം പോകാൻ, ഇവിടുന്ന് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ ബാബുരാജും ശ്രീനാഥ് ബാസിയൊക്കെയാണ് ഫിലിമിലുള്ളത് കേട്ടോ. അപ്പം അവരുടെ ഇതിൽ ചെറിയൊരു റോളാണ്. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ പച്ചക്കറി വാങ്ങാനായിട്ട് ഇറങ്ങി. പിന്നെ മീൻ വാങ്ങണമായിരുന്നു. അപ്പോൾ കണിവെള്ളരിയും പിന്നെ മത്തങ്ങയൊക്കെ ഉണ്ടല്ലോ, ചെറിയ മത്തങ്ങ കണി വെക്കാൻ, അതൊക്കെ വാങ്ങിയിട്ടോ. അതിനുശേഷം നമ്മൾ മീൻ വാങ്ങാനായിട്ട് പോയി. മീന് സ്രാവാണെന്ന് വാങ്ങിയത്. കുറേ നാളായിട്ടോ ഞാൻ സ്രാവൊക്കെ കൂട്ടിയിട്ട്. അവിടെ ഇതൊന്നും സ്രാവൊന്നും അധികം കിട്ടാറില്ല. അപ്പം ഇവിടെ വരുമ്പോഴാണ് അതൊക്കെ കിട്ടുള്ളൂ. കണിക്കുള്ള മത്തങ്ങയും വെള്ളരിയും മാത്രമേ ഇപ്പോൾ വാങ്ങുന്നുള്ളൂ. ഫ്രൂട്ട്സ് ഒക്കെ നെക്സ്റ്റ് ഡേ വാങ്ങാന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരുമാതിരി ആയാലോ എന്ന് വെച്ചിട്ട് ഫ്രൂട്ട്സ് ഒക്കെ നെക്സ്റ്റ് ഡേ വാങ്ങുന്നു. പിന്നെ നമ്മളിപ്പം ഫിഷ് വാങ്ങാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ വീടെത്തിയിട്ട് നൈറ്റ് ഇവര് പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. കുറച്ച് മറ്റേ തലച്ചക്രവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അക്ഷരയ്ക്ക് പേടിയായതുകൊണ്ട് അക്ഷര പടക്കമൊന്നും പൊട്ടിച്ചില്ല കേട്ടോ. കമ്പിത്തിരി മാത്രമാണ് അക്ഷര എടുത്തുള്ളൂ. ബബ്ലുവിന് പിന്നെ കുറച്ച് പേടി കുറവുള്ളതുകൊണ്ട് തലച്ചക്രം, മേശാപ്പും ഒക്കെ ബബ്ലു പൊട്ടിക്കുന്നുണ്ടേ. അക്ഷരം അവിടെ പേടിച്ചിട്ട് കസേരയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ നൈറ്റ് നമ്മൾ ഈ കറി എന്താണ് സ്രാവ് വെച്ചു. സ്രാവ് വറുത്തരച്ച് വെച്ചു. പിന്നെ ഇത് നമ്മുടെ ചീര, വീട്ടിലുള്ള ചീരയാണ് കേട്ടോ. പിന്നെ ഏറ്റവും എനിക്ക് സന്തോഷം നമ്മുടെ പയർ കുത്തിക്കാച്ചിയത് കേട്ടോ. ഞാൻ അവിടെ പയർ കുത്തിക്കാച്ചിയാൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ വരാറില്ല. അപ്പം ഇത് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മ ചക്ക ഇങ്ങനെ ഫ്രീസറിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചിഞ്ചുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതിങ്ങനെ ഐസ് ഫ്രീസറിൽ ഇരുന്നിട്ട് അത് കഴിക്കാൻ നല്ലൊരു പ്രത്യേക രസമുണ്ട്. പല്ലിന് കുറച്ചൊരു വേദന ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആ കടിക്കുമ്പോൾ നല്ല തണുത്തിരിക്കല്ലേ. വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ പയർ കുത്തി കാച്ചിയതും പിന്നെ നമ്മുടെ സ്രാവും കൂട്ടി നൈറ്റ് ചോറുണ്ടു. നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവിടെ ഉണ്ടാക്കിയ കറികളൊക്കെ കൂട്ടി ചോറ് കഴിക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലല്ലേ. അങ്ങനെ ഒരു ഫീലാണ് ഞാനിരുന്ന് ഈ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഇത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. പിന്നെ സ്രാവിൻ്റെ കറി ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ കടച്ചക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിറ്റേ ദിവസം. രാവിലെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. ഞാൻ എണീറ്റപ്പോഴും ലേറ്റായി. പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. കോൾഡായി പോയായിരുന്നു. അപ്പം ഇത്രയുള്ള ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.